പ്രണയാംശം രചന ശ്രീയക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നാൽ ആ സമയം അവിടെ കൂടി നിൽക്കുന്നവരുടെ നോട്ടം മുഴുവൻ കാശിയിലേക്കായിരുന്നു. അതുകണ്ട് കാശി അവർ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. നിലയാണെങ്കിൽ ആരെയും മുഖമുയർത്തി നോക്കാതെ എങ്ങോട്ട് ഓടി വിളിക്കുന്നോർത്ത് കാശിയുടെ അടുത്ത് തന്നെ പതുങ്ങി നിൽക്കുകയായിരുന്നു. ഇന്ന് അവരെല്ലാം കൂടി തന്നെ വാരുമെന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആരെയും മുഖമുയർത്തി നോക്കാതെ കാശിയുടെ കരവലയത്തിൽ തന്നെ ഒതുങ്ങി നിന്നു. എന്തായാലും നിങ്ങൾ മൂന്നുപേരും കലക്കി, പെർഫെക്റ്റ് ഫാമിലി. ഞങ്ങളുടെ കുഞ്ഞു മാലാക്ക് ഒന്നുകൂടി ചെഞ്ചരി കുട്ടിയായല്ലോ. ലച്ചോര മൂന്നുപേരെയും നോക്കിക്കൊണ്ട് ചെറുപുഞ്ചിരിയോടെ ഇത് പറഞ്ഞ് കാശിയുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിക്കൈയിൽ പിടിച്ചു കുലുക്കി കൊഞ്ചിച്ചു. അവളുടെ കോംപ്ലിമെന്റ് കേട്ട് എല്ലാവരും അത് ശരിവെച്ചു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ, സമയമായി. രഘുറാം വാച്ചിലേക്ക് നോക്കി പറഞ്ഞു. നിതയും ലച്ചും കൂടി നിളയെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അവളെ കണ്ടത് എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. അത്രയും ഭംഗിയുണ്ടായിരുന്ന അവളെ കാണാൻ. ഭാരതിയമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. അത് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അവരവരുടെ കാറുകളിലായി പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിലെത്തുമ്പോൾ തന്നെ കണ്ടു അവിടെ കൂടി നിൽക്കുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും. എല്ലാവരോടും വിശേഷങ്ങളെല്ലാം തിരക്കി അവരവരുടെ പണികളിലേക്ക് തിരിഞ്ഞു. ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ വന്നപ്പോൾ തന്നെ നിളയെയും കൂട്ടിക്കൊണ്ടുപോയി. ഓരോ പോസിലും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു. ആ സമയമാണ് ജോയലും കുടുംബം എത്തിയത്. അത് കണ്ട് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് അവിടേക്ക് പോയി. അവൻ കാറിൽ നിന്നിറങ്ങുന്നതും പള്ളിമുറ്റത്തേക്ക് നടക്കുന്നതുമായി കുറെ ഫോട്ടോസ് എടുത്തു. എന്നാൽ ആ സമയം മുഴുവൻ ജോയലിന്റെ കണ്ണുകൾ നിളയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ തന്റെ മമ്മിയെ അടുത്ത് നിൽക്കുന്നിടത്തേക്ക് പതിച്ചത്. അവിടെ അവർക്കിടയിൽ നിൽക്കുന്ന നിളയെ കണ്ടതും ജോയലിന്റെ കണ്ണുകൾ തിളങ്ങി. ഡാർക്ക് ഗ്രീൻ കളർ സ്റ്റോൺ വർക്കഡ് ലഹങ്കയായിരുന്നു അവളുടെ വേഷം. അതിന് മാച്ചായുള്ള നെക്ലസും ബാംഗിൾസും ഇയറിംഗ്സുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. മുടി മുഴുവൻ കേൾച്ചെഴുതിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അവളെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ നിളയുടെ ശ്രദ്ധ അവനിലേക്ക് എത്തി. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾക്ക് വല്ലാത്ത നാണവും പരവേശവും വെപ്രാളവും ഒക്കെ തോന്നി. എന്നിരുന്നാലും അവൾ അവനെ മൊത്തത്തിൽ നോക്കി. ഡാർക്ക് ഗ്രീൻ കളർ ബ്ലേസറും ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു അവന്റെ വേഷം. അങ്ങനെ ഒരു ഡ്രസ്സിൽ അവൻ ആദ്യമായി കാണുന്നതുകൊണ്ട് തന്നെ അവൾ ഒരു നിമിഷം മതിമറന്ന് അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്നുള്ള ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കളിയാക്കലുകളും ചിരിയും കേട്ടാണ് ഇരുവരും പരസ്പരമുള്ള നോട്ടം വെട്ടിച്ചത്. മനസ്സമ്മതത്തിന്റെ സമയമായതും ഇരുവരെയും ഒരുമിച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ചു. ജോയൽ തന്റെ അടുത്ത് നിൽക്കുന്ന നിളയുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആൾത്താരയ്ക്ക് മുന്നിൽ വന്ന് നിന്നു. അവന്റെ ആ സ്നേഹവും കെയറിങ്ങും എല്ലാം അവിടെ കൂടി നിൽക്കുന്നവരുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ നല്ല ജീവിതത്തിനായി ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അതേസമയം തന്നെ അച്ഛൻ വന്ന് പ്രാർത്ഥന ചൊല്ലി ഇരുവരോടും സമ്മതം ചോദിച്ചു. ഇരുവരും സമ്മതം അറിയിച്ചതും പരസ്പരം മോതിരം മാറ്റി. അതോടുകൂടി അവിടുത്തെ ചടങ്ങ് അവസാനിച്ചതും എല്ലാവരും പള്ളിയിൽ നിന്ന് കൺവെൻഷൻ സെന്ററിലേക്ക് പോയി. അവിടെ വെച്ചായിരുന്നു ഫോട്ടോ സെക്ഷനും ഫുഡും ഒക്കെ. സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരിരുവർ ഇട്ടിരുന്ന ഡ്രസ്സ് മാറിയിരുന്നു. നീള പീച്ച് കളർ സ്റ്റോൺ വർക്കഡ് ഗൗണും ജോയൽ പീച്ച് കളർ കുർത്തയും വൈറ്റ് പാൻറ്റുമായിരുന്നു. അവർ വന്നതും ആദ്യം അവരുടെ കുറെ കപ്പിൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഫാമിലി ഫോട്ടോസും. നിളയും നിതയും ജോയലും നിലയും കാശിയും കുഞ്ഞിപ്പെണ്ണും കൂടി നിൽക്കുന്നതും പിന്നെ നിലയും കാശിയും കുഞ്ഞിപ്പെണ്ണും നിളയും ജോയലും മാത്രമുള്ളതും പിന്നെ ജോയലിന്റെ ഫാമിലി ആയിട്ടുള്ളതും അങ്ങനെ പല പല സെക്ഷനുകളായി കുറേയധികം ഫോട്ടോസുകൾ എടുത്തതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാൻ പോയത്. വ്യത്യസ്ത തരത്തിലുള്ള കുറേയധികം വിഭവങ്ങളോടുകൂടിയ ഫുഡായിരുന്നു കാശി അവന്റെ പെങ്ങളുടെ മനസ്സമ്മതത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിലൊരു കുറ്റവും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. അതിനാൽ തന്നെ എല്ലാം കൊണ്ട് വളരെ സന്തോഷപൂർവ്വം അന്നത്തെ ദിവസം അവസാനിച്ചു. എന്നാൽ ആ സമയം അത്രയും രണ്ട് ജോഡി കണ്ണുകൾ നിതയെ ചുറ്റിപ്പറ്റിയായിരുന്നു നിന്നിരുന്നത്. അവർ പരസ്പരം അവളെ നോക്കി എന്തെല്ലാമോ സംസാരിച്ചുറപ്പിച്ച് കാശിയുടെയും നിലയുടെ അടുത്തേക്ക് ചെന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഭക്ഷണശേഷം ഏകദേശം എല്ലാ ബന്ധുക്കളെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇപ്പൊ അവിടെയുള്ള കാശിയുടെയും ആകാശിന്റെയും ജോയലിന്റെയും വീട്ടുകാർ മാത്രമായിരുന്നു. പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടിയിരുന്ന് കല്യാണത്തിന്റെയും മറ്റും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ? നിതമോളുടെ കാര്യമല്ലോ ശരിയായോ? ഞങ്ങൾ മാട്രിമോണിയൽ കൊടുത്തിട്ടുണ്ട്. നല്ല വല്ല ആലോചന വരികയാണെങ്കിൽ നോക്കണം. മാട്രിമോണിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ നന്നായിട്ട് അന്വേഷിച്ച് തീരുമാനിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴത്തെ കാലം മോശാ. അത് ക്ലീറ്റസ് പറഞ്ഞത് ശരിയാ. ഇപ്പൊ നടക്കുന്ന ഓരോന്ന് കേൾക്കുമ്പോ പേടിയാ സത്യത്തില്. ക്ലീറ്റസ് പറഞ്ഞതിനോട് ചോദിച്ച് രഘുറാമും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധീരജിന്റെ അമ്മ ശ്രീദേവി അവരുടെ ഭർത്താവ് രാഘവ് റാമിനെ നോക്കി കണ്ണു കാണിച്ച്. അത് കണ്ട അയാൾ അവരെ നോക്കി തലയാട്ടി. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? എന്താണെങ്കിലും പറഞ്ഞോ. നീ എന്തിനാ ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞോ. അതേട്ടാ, എനിക്കും ശ്രീദേവിക്കും നീതമോളെ ഞങ്ങൾ നീരജിന് വേണ്ടി ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാഘവ് റാം പറയുന്നേട്ട് ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായിരുന്നു. അത് കണ്ട് പറഞ്ഞത് അബദ്ധമായോ എന്ന് വിചാരിച്ച് അയാൾ ഭാര്യയെ നോക്കി. അവിടെയും അതേ ഭാവമായിരുന്നു. ഇത് പറയാനാണോ എന്നാ നീ അനുവാദമെല്ലാം ചോദിച്ച്? അതേട്ടാ, ഞാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊരു തരത്തിലുള്ള താല്പര്യക്കുറവില്ല രാഘവ്. പക്ഷെ ഞാനെല്ലാവരും തീരുമാനം പറയേണ്ടത് നീതമോള. അതുപോലെ തന്നെ നീലമോളും കാശിയും. അവർക്കാണ് അവളിൽ കൂടുതൽ അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയട്ടെ.
രഘുറാം പറയുന്നതായിട്ട് ബാക്കിയുള്ളവർ അത് ശരിവെച്ച്. പക്ഷെ നിലക്ക് വിഷമമാണ് തോന്നിയത്. അതവിടെ വാടിയ മുഖത്തിൽ നിന്ന് കാശിക്ക് മനസ്സിലായി. അതിൻ്റെ ആവശ്യമില്ല അച്ഛാ. നിതയുടെ നീരജിൻ്റെ മാത്രം സമ്മതം മതി. അവരാണ് ജീവിക്കേണ്ടവർ. അവർക്ക് സമ്മതമാണെങ്കിൽ അവിടെ അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് അച്ഛൻ തന്നെ അവസാന തീരുമാനം പറയണം. കാരണം ഇപ്പോൾ അവർക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവർ 3 പേരും അച്ഛൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെയോ നിലയുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാശിയുടെ വാക്കുകൾ കേട്ട് നില വിടർന്ന കണ്ണാൽ അവനെ നോക്കി. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അവൻ താൻ പറയാതെ തന്നെ മനസ്സറിഞ്ഞ പോലെ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അവൾക്ക് അവനോടുള്ള പ്രണയം വീണ്ടും ഒരു പടി മുകളിലേക്ക് ഉയർന്നു. അവളുടെ വിടർന്ന കണ്ണുകളും ചുണ്ടിലെ പുഞ്ചിരിയും താൻ പറഞ്ഞു തന്നെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് കാശിക്ക് കാണിച്ചു കൊടുത്തു. അതിനാൽ തന്നെ അവൻ അവളെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു. ഇതേ സമയം തങ്ങളുടെ യുവാക്കാരും സംസാരിക്കുന്ന കേട്ട് പരസ്പരം നോക്കാൻ പോലും ആവാതെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു ധീരജ് നിതയും. ഇരുവർക്കും പരസ്പരം അറിയാമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഇരുവരുടെയും മനസ്സിൽ പോലും വന്നിരുന്നില്ല. അതിനാൽ തന്നെ അവരെന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഉഴറി. അവരുടെ മുഖത്തെ സംഘർഷത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിരുന്നു. അതിനാൽ തന്നെ ഇരുവർക്കും തനിയെ സംസാരിക്കാൻ അവർ കുറച്ച് സമയം അനുവദിച്ചു. നിങ്ങളുടെ ജീവിതമാണിത്. നിങ്ങളുടെ തീരുമാനമാണ് എന്തിനേക്കാളും പ്രധാനം. അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ഞങ്ങൾക്കുള്ള മറുപടി എന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല ഇഷ്ടമില്ലെങ്കിൽ അത് ഇവിടെ അവസാനിക്കും. പഴയതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സായി തുടരാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കാശി ഇരുവരുടെയും മുമ്പിൽ വന്ന് ഇത് പറഞ്ഞതും അവരവനെ നോക്കി തലയാട്ടി സമ്മതം അറിയിച്ചു. ആദ്യം ധീരജും അവന് പുറകെ നിതയും പുറത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അവളുടെ കണ്ണുകൾ തൻ്റെ ചേച്ചിയെ തേടി ചെന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ട് നിതയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. അതിനാൽ തന്നെ അവൾ കൂടുതലൊന്നും ആലോചിക്കാതെ പുറത്തൊരു മരത്തിന് കീഴിൽ നിൽക്കുന്ന ധീരന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ സാമീപ്യം മനസ്സിലായതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നിത, എനിക്കറിയില്ലായിരുന്നുള്ളൂ അച്ഛനമ്മയും കൂടി ഇങ്ങനെ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ അറിയിക്കായിരുന്നു. ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് തനിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമല്ലേ? ധീരജ് പറയുന്നതായിട്ട് നിതക്ക് അവന് താനുമായുള്ള യുവാബന്ധത്തിന് താല്പര്യമില്ലെന്ന് തോന്നി. അതിനാൽ തന്നെ അവൾ അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി. എനിക്കറിയാം തനിക്ക് എന്നെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന്. നമ്മൾ പരസ്പരം കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ ആരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തനിക്ക് എത്ര വേണമെങ്കിലും സമയമെടുക്കാം തൻ്റെ തീരുമാനം പറയാൻ. ധീരജിൻ്റെ വാക്കുകൾ കേട്ട് അവൻ സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. എടോ, താൻ എന്നെ ഇങ്ങനെ നോക്കുന്നു വേണ്ട. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതിപ്പോൾ ഈ കല്യാണാലോചന വന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ചെറിയ സ്പാർക്ക് തോന്നി. പിന്നെ തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോയെന്നറിയാതെ തന്നോട് അതിനെപ്പറ്റി പറയാനും തോന്നിയില്ല. ഇപ്പം ഇങ്ങനെ ഒരു അവസരം ഒത്തു വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് താൻ ടെൻഷൻ ആവണ്ട കേട്ടോ. തൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് വെച്ചാൽ അതുപോലെ തന്നെ താൻ തീരുമാനം എടുത്തോ. എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂടെ. എന്തുകൊണ്ടോ ധീരജിൻ്റെ വാക്കുകൾ അവൾക്കുള്ളിൽ മഞ്ഞയണങ്ങൾ വീഴ്ത്തി. അത്ര നേരം താൻ അനുഭവിച്ചിരുന്ന ടെൻഷൻ തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ധീരജിനെ നോക്കി. അവനൊരു നിമിഷം അവിടെ ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മുഖം വെട്ടിച്ചു. എന്നാൽ അവനെ തന്നെ നോക്കി നിന്ന അവൾക്ക് അവൻ്റെ ആ ഭാവം കണ്ട് ചിരിയാണ് വന്ന്. ധീരജേട്ടാ, എനിക്ക് അന്നും ഇന്നും എൻ്റെ ചേച്ചി തന്നെയാണ് വലുത്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും. അതുകൊണ്ടാണ് അവൾ ചേച്ചി പറയുന്ന ആൾ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ്. എനിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്ക്. എൻ്റെ തീരുമാനം ചേച്ചിയെ വേദനിപ്പിക്കുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടേക്ക് വരുന്നതിന് മുമ്പ് ചേച്ചിയുടെ മുഖത്ത് കണ്ട നിറഞ്ഞ പുഞ്ചിരി എനിക്ക് പറഞ്ഞു തന്നു ചേച്ചിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമുണ്ടെന്ന്. പിന്നെ ധീരജേട്ടൻ പറഞ്ഞാൽ ശരിയാ, നമ്മൾ തമ്മിൽ കണ്ടിട്ടിപ്പോൾ 1 മാസത്തോളം ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നന്നായി സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. പക്ഷേ ഈ കുറഞ്ഞ നാളുകളിൽ എനിക്ക് ധീരജേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പറയാം, എനിക്ക് ധീരജേട്ടനെ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടുമില്ല. പിന്നെ പരസ്പരം അറിയാൻ ഇനി നമുക്ക് മുമ്പിൽ സമയമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ എനിക്കില്ല. നീത പറഞ്ഞു നിർത്തിയതും ധീരജ് അവളെ നോക്കി. പിന്നെ പതിയെ പുഞ്ചിരിച്ചു. താനിതിലൂടെ പറഞ്ഞു വരുന്നതാടോ തനിക്ക് യുവാത്തിന് താല്പര്യം ഉണ്ടെന്നോ അതോ ഇല്ലെന്നോ? അവനൊരു കുസൃതി ചിരിയോടെ ചോദിക്കുന്നതായിട്ട് നീത അവനെ കൂർപ്പിച്ച് നോക്കി. അവളുടെ നോട്ടം കണ്ട് അവളെ നോക്കി പുരികമുയർത്തി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടും എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നല്ലേ ഇത്? അങ്ങനെ തോന്നിയോ? തോന്നി. എന്നാ സോറി, ഞാൻ തന്നെ കളിപ്പിച്ചല്ല. തന്നെ ഈ സംസാരം കേട്ടിക്കാൻ നല്ല രസമുണ്ട്. താൻ ആദ്യമായിട്ട് എന്നോട് ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ച് കേൾക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സംസാരം നിർത്താൻ തോന്നുന്നില്ല. അയ്യോടാ, അങ്ങനെ ഇപ്പം നീ സംസാരിക്കണ്ട. പെട്ടെന്ന് തങ്ങൾക്കടുത്തൊരു അപശ്രുതി കേട്ടതും ധീരജ് തിരിഞ്ഞു നോക്കി. അവിടെ ഇടുപ്പിൽ കൈകുത്തി തന്നെ നോക്കി കണ്ണുരുട്ടുന്ന ആകാശിനെ കണ്ട് അവൻ ഇളിച്ചു കാണിച്ചു. ഇളിക്കല്ലേ, നിന്നോടൊന്ന് കല്യാണത്തിന് സമ്മതാണോ എന്ന് സംസാരിച്ച് തീരുമാനമെടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ പിന്നെ കല്യാണം ഉറപ്പിച്ചെങ്കിൽ നീ ഇവിടെ തന്നെ ഒരു ടെന്റ് കെട്ടി താമസം തുടങ്ങലോടേ. ആകാശ് പറഞ്ഞതിന് ധീരജ് അവനെ നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചു. അല്ല, എന്നിട്ട് എന്ത് തീരുമാനിച്ചു രണ്ടും കൂടി? അവിടെ എല്ലാവരും നിങ്ങൾ തിരക്കുന്നുണ്ട്, നിങ്ങളുടെ തീരുമാനം അറിയാം. ആകാശ് ഇരുവരെയും നോക്കി ചോദിക്കുന്ന കേട്ട് അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു ആകാശിന് വേണ്ട ഉത്തരം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്കിൽ പിന്നെ രണ്ടും കൂടി നടന്നോട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം മുതിർന്നവർ തീരുമാനിച്ചോളൂ. ആകാശ് ഇരുവരെയും കൂട്ടി അകത്തേക്ക് കയറുമ്പോൾ
എല്ലാവരും അവരുടെ മറുപടി കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇരുവരും തങ്ങൾക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. അത് കേട്ടതും പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അത്രയും ആകാശ് കുഞ്ഞിപ്പിടിനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്റെ മാവിനി എന്ന് പൂക്കാന എന്ന പോലെ. അതുകണ്ട് കാശി അവനെ നോക്കി ആക്കി ചിരിച്ചു. അതുകൊണ്ട് ആകാശ് അവനെ നോക്കി പല്ലിയടിച്ചു. ബാക്കി ചടങ്ങുകളുടെ തീരുമാനം മുതിർന്നവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കാശി പതിയെ അവിടുന്ന് ആകാശിന്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവനെ നോക്കി ചിരിക്കും. അവൻ നോക്കി കണ്ണുരുട്ടുമ്പോൾ എന്താടാ എന്ന് പുരികമ്പുക്കി ചോദിക്കും. അത് കാണുമ്പോൾ തന്നെ ആകാശ് അവനെ നോക്കി പല്ലിയടിച്ച് മുഖം തിരിക്കും. നീ എന്നെ നോക്കി പല്ലിയടിച്ചിട്ടോ മുഖം തിരിച്ചിട്ടോ കാര്യമില്ലടാ അച്ചുകൂട്ടാ. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നീ തന്നെ വായ തുറക്കണം. അല്ലാതെ 4 മണിക്കൂർ അവളെ എവിടെയെങ്കിലും ഇന്ന് വായി നോക്കിക്കൊണ്ടിരുന്നാ അവളെ വല്ല ചുള്ളന്മാർ വന്ന് കെട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. കാശി ആകാശിനെ നോക്കി ചുണ്ടുകൂട്ടി പറയുന്ന കേട്ട് ആകാശ് അവനെ വിഷമത്തോടെ നോക്കി. എൻ്റെ കാശി, ഞാൻ എൻ്റെ ഇഷ്ടം അവളോടൊന്ന് തുറന്നു പറയാൻ എത്ര നാളായിരുന്നു അവിടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ആ പെണ്ണൊന്നും എന്നെ കേൾക്കാൻ നിന്നേരണ്ടേ. എന്റെ നിഴൽവട്ടം കണ്ട അപ്പം തുടങ്ങും അവൾ വഴക്കുണ്ടാക്കാൻ. പിന്നെ അവൾ പറയുന്ന മിണ്ടാക്കി കേട്ടുക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനും തിരിച്ചു പറയും. പിന്നെ അതൊരു വലിയ വഴക്കിൽ അവസാനിക്കും. ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. കുഞ്ഞു പിള്ളേർ പോലെ അടിയുണ്ടാക്കി നടക്കലല്ലേ നിന്റെ അവിടെയും തൊഴിൽ. അതൊന്ന് അവസാനിപ്പിച്ച് എന്ന് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയുന്നു അന്ന് നിന്റെയൊക്കെ മാവും പൂക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണം കഴിയുന്നവരെ നോക്കി വായും പൊളിച്ചിരിക്കാം. അങ്ങനെയൊന്നും പറയലടാ കാശി. എനിക്കൊരു ഐഡിയ പറഞ്ഞു ആ മുതലിനൊന്നും മെരുക്കാൻ. സോറി അച്ചുകുട്ട, നീ അവളോട് മനസ്സോർന്ന് സംസാരിക്കുക എന്നല്ലാതെ വേറൊരു ഐഡിയ കാര്യത്തിൽ എനിക്ക് നിന്നോട് പറഞ്ഞുതരാനില്ല. അതുകൊണ്ട് നീ അതിനെ ഫോളോ ചെയ്തോ. എടാ കാശി, ഒരു കാശുമില്ല. നീ ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ അവിടെ നിന്നോ, ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഓണത്തിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പുട്ട് വെച്ചിടും. എടാ പാവൻ്റെ പെങ്ങൾ കുറച്ച് മനസ്സമാനം കൊടുക്കുക. എപ്പോൾ നോക്കിയാലും കാണാം അതിന് എങ്ങോട്ടും വിടാ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. എടാ കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നനച്ചിരിക്കാത്ത സമയത്ത് ദൈവം തിരികെ കൊണ്ടുവന്നാടാ എനിക്കെൻ്റെ പെണ്ണിനെ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുനിന്ന് ഒരു മിനിറ്റ് പോലും മാറ്റി തന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നല്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ പരുന്തിൽ നിന്നും കഴുകന്മാരിൽ നിന്നും തള്ളക്കോഴികൾ കുഞ്ഞിക്കോഴികളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് നടക്കുന്ന പോലെ ഒരു നോട്ടം കൊണ്ട് പോലും ആരും നോക്കാതിരിക്കാൻ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുനടക്കാൻ ഞാനിപ്പോൾ അവളെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെയും എൻ്റെ ജീവനും ജീവിതം അവരില്ലടാ. അവരില്ലെങ്കിൽ കാശിയില്ല. താൻ പറയുന്ന കേട്ട് കാശി തന്നെ നോക്കി കണ്ണുരുട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആകാശ് കാശിയുടെ മറുപടി കേട്ട് അവരവരെ തന്നെ നോക്കി നിന്നു. വർഷങ്ങളോളം അവൻ അനുഭവിച്ച വിരഹവേദനയാണ് അവന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആകാശ് അവനെ കെട്ടിപ്പിടിച്ച് പുറത്തെട്ടി കാശി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാലും എന്റെ കാശിയേട്ടാ, ഇത്രയും സുന്ദരിയും സുമിയായിട്ടുള്ള നിങ്ങളുടെ ഭാര്യയോട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നത്. മോശം, വളരെ മോശം. പെട്ടെന്ന് അടുത്തുനിന്ന് ലച്ചുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കാശിയും ആകാശവും വിട്ടുമാറിയത്. അവിടെ തങ്ങളെ നോക്കി നിൽക്കുന്ന ലച്ചുവിനെയും അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നിലയെയും കണ്ട് കാശി അവരെ നോക്കി ചിരിച്ചു. എന്നാൽ ആകാശം ലച്ചുവിന്റെ സംസാരം കേട്ട് അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. അതെന്താടി അവൻ എന്നെ കെട്ടിപ്പിടിച്ചാ? എന്നെന്താ കെട്ടിപ്പിടിക്കാൻ കൊള്ളില്ലേ? ആകാശ് ലച്ചുവിന് നേരെ കപട ദേഷ്യത്തിൽ ചോദിക്കുന്ന കേട്ട് കാശി തലയിൽ കൈവച്ചു. ഈ ഒറ്റകൾ നന്നാവാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ പതിയെ നിലയും കുഞ്ഞിപ്പിണിനെയും കൂട്ടി അവിടുന്ന് പുറത്തേക്ക് കടന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പരസ്പരം പോരുകോഴികളെ പോലെ നിൽക്കുകയായിരുന്നു ആകാശും ലച്ചു. തന്നെ കെട്ടിപ്പിടിക്കാൻ കൊള്ളാമോ കൊള്ളില്ല എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ തന്നെ സംസാരം കേട്ടപ്പോൾ തനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആകാശ് ചോദിച്ചതിന് മറുപടിയായി ലച്ചു അവൻ നോക്കി പൂച്ചിച്ചിട്ട് പറഞ്ഞു. ആകാശ് ചുറ്റും നോക്കി. എല്ലാവരും പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അവൻ്റെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവൾ ഇരുകൈകളും ബാക്കിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്തു. എന്നാൽ ഇതേ സമയം ആകാശിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചുപോയി ലച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ കണ്ണുമിഴിച്ച് നോക്കി. എന്താണ് ഈ കുരിപ്പായി? ഇപ്പൊ നിന്നെ നാവിറങ്ങിപ്പോയോ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്നെ കെട്ടിപ്പിടിക്കാൻ കൊള്ളാമോ കൊള്ളില്ലെന്നൊക്കെ? ആകാശ് അവളുടെ കൈകൾ തന്റെ ഇടത് കൈ കൊണ്ട് പിടിച്ചു വെച്ച് വലത് കൈ കൊണ്ട് അവളുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് കളിയോടെ ഇത് ചോദിച്ചു. ലച്ചു തന്റെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിറി. വീട്ടിലെ കാലമാട നിന്റെ തന്ത. ഡോടോ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാ നീ എന്ത് ചെയ്യും? പിന്നെ ഞാനായിട്ട് പറഞ്ഞല്ലോ, നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. താൻ കൂടുതൽ സംസാരിക്കണ്ട, മര്യാദക്ക് എന്നെ വിട്ടു, അത് ഞാൻ വിളിച്ചു പോവും. നീ എന്ത് വിളിച്ചു പോകുന്ന? താൻ എന്നെ കയറി പിടിച്ചെന്ന് പറയും. എന്നാ എന്റെ പൊന്നുമുള വേഗം വിളിച്ചു പോകാൻ തുടങ്ങിക്കോ. ആകാശിന്റെ മറുപടി കേട്ട് ലച്ചുവനെ മുഖം ചുളിച്ച് നോക്കി. എന്താണ് നീ വിളിച്ചു പോകുന്നില്ലേ? ഇല്ല, വിളിച്ചു പോകാൻ തന്നെ എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ കൈയഴക്കാതെ എങ്ങനെ രക്ഷപ്പെടും പൊന്നുമുളന്റെ കയ്യിൽ നിന്ന്? ദേ ഇങ്ങനെ പറയുന്നു ലച്ചു മുന്നോട്ടേക്കൊന്ന് ആഞ്ഞ് അവന്റെ മൂക്കിൽ നല്ലൊരു കടി വെച്ചു കൊടുത്തു. അവളുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാത്ത അറ്റാക്കായതിനാൽ ആകാശ് വേദന കൊണ്ട് അവളിൽ നിന്ന് കൈയച്ച് മൂക്കുപൊത്തി കാറി. അതുകൊണ്ട് ലച്ചു അവന്റെ അടുത്തുനിന്ന് പുറകിലോട്ട് നീങ്ങിയെന്ന് വിജയ ശ്രീലാളിതയെ പോലെ അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കേട്ട് ആ മൂക്കുമേൽ കൈവച്ച് അവളെ തുറിച്ചു നോക്കി. എന്താണ് തവളക്കണ തുറിച്ചു നോക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ മറ്റാരുടെയും സഹായം വേണ്ടെന്ന്? അതുകൊണ്ട് ഇനി എന്നോട് ഇങ്ങനെ ഇടപെടുമ്പോൾ സൂക്ഷിച്ചാൽ തനിക്ക് നല്ല, അല്ലെങ്കിൽ മൊത്തം കടിച്ചു പറിച്ച് എടുക്കും ഞാൻ. അവനെ നോക്കി കുറച്ച് മാസ് ഡയലോഗ് അടിച്ച് സ്ലോ മോഷനിൽ അവിടെ നടന്നുപോയി. അവള് പോകുന്നതുകൊണ്ട് ആകാശ് തനിക്ക് എന്തിന്റെ കേടായിരുന്നു നിമിഷം ഓർത്തു.
നീ എനിക്ക് തന്ന ഈ കടി തിരിച്ച് നിനക്ക് പലിശയുടെ പലിശയും കൂട്ടുപലിശയാക്കി തന്നില്ലെങ്കിൽ എന്റെ പേര് ആകാശ് ഹർഷവർദ്ധൻ എന്നായിരിക്കില്ല. ആകാശ് ആത്മ. അവൾ പോകുന്നുണ്ട് മനസ്സിൽ ഇതും പറഞ്ഞുകൊണ്ട് ആകാശ് അവൾക്ക് പുറകെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന പോക്കിൽ മൂക്കിൽ ചെറുതായി ഒന്ന് തടവി നോക്കി. അമ്മേ, ഇവള് പട്ടിയുടെ വംശഭേദാണെന്നാ തോന്നുന്നു. എന്തൊരു കടിയാ കടിച്ച് പിശാശ്. തടവിയപ്പോഴുള്ള വേദനയിൽ അവനുള്ള മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കാണുന്നവർ മൂക്കെന്താ ചുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴെല്ലാം മൂക്ക് ഡോറിലിടിച്ചു എന്ന് പറഞ്ഞ് അവൻ തടി തപ്പി. എന്നാൽ കാശിക്ക് മാത്രം സംഭവം കത്തി. അവൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി സാരിൽ നിന്ന് ചുണ്ടനക്കി. അത് കണ്ട് ആകാശം അവനെ നോക്കി പോടാ പന്നി എന്ന് ചുണ്ടനക്കി അതിനൊന്ന് വിളിച്ചു കാണിച്ചുകൊണ്ട് കാശി നിലയും കുഞ്ഞിപ്പിണിയെയും കൂട്ടി അവൻ്റെ കാറിൽ അവളും തിരിച്ചു. ബാക്കിയുള്ളവരെല്ലാം ഓരോരോ കാറുകളിലായി പോകുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.